റേസ് ടു സക്സസ്, ജീവിത വിജയത്തിലേക്കുള്ള വഴികാട്ടി. നമസ്കാരം. അഹല്യ FM 90.4 എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഇന്നത്തെ റേസ് ടു സക്സസിന്റെ ഈ എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. പതിവ് പോലെ റേസ് ടു സക്സസിൽ നമ്മുടെ കൂടെയുള്ളത് മഹാദേവൻ പിള്ള സാറാണ്. സാറിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ. നമസ്കാരം. സ്വാഗതം. ഇന്നത്തെ വിഷയം എന്നുള്ളത് കുറച്ച് വിഷയമാണ്. എന്താണെന്ന് വെച്ചാൽ, കേരളം ഒരിടക്കാലത്ത് കൂടുതൽ ചർച്ച ചെയ്തതും നമ്മളെല്ലാവരും നമ്മുടെ അഭിമാനത്തിനേറ്റൊരു ക്ഷതം എന്നോണം നമ്മൾ സംസാരിക്കുന്ന വിഷയമാണ് സ്ത്രീധനം എന്നുള്ളത്. പണ്ടുകാലം മുതലേ സ്ത്രീധനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു തുടക്കം എങ്ങനെയാണ് ഇത് കേരളത്തിലേക്ക് വന്നത്, അല്ലെങ്കിൽ കേരളത്തിൽ മാത്രമാണോ ഇത്തരത്തിൽ സ്ത്രീധനമായിട്ട് ബന്ധപ്പെട്ട് മരണങ്ങൾ നടക്കുന്നത്? അങ്ങനെയുള്ള വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. മൊത്തത്തിൽ അതിൻ്റെ ചരിത്രത്തെക്കുറിച്ച്, പിന്നെ ഇങ്ങനെ ഒരു കാര്യം പൂർണ്ണമായിട്ടും നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് ഇല്ലാതാക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള കുറേയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും വിവാഹപ്രായം എത്തി നിൽക്കുന്നവർക്ക് മാത്രമല്ല, മൊത്തത്തിലൊരു സമൂഹത്തിന് കൊടുക്കേണ്ട ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും ഇന്നത്തെ റേസ് ടു സക്സസ്, അല്ലേ സാർ? തീർച്ചയായും. അപ്പോൾ എന്തായാലും സ്ത്രീധനത്തിൻ്റെ ചരിത്രത്തെ കുറിച്ച് ചോദിച്ചുകൊണ്ട് തുടങ്ങാം. കേരളത്തിൽ ആണോ ഇത് ശരിക്കും തുടങ്ങിയത്? സ്ത്രീധനം കേരളത്തിൽ തുടങ്ങിയത് വളരെ അടുത്ത കാലത്ത്, ഒരു നൂറ്റാണ്ടിനടുത്തൊക്കെ ആയിട്ടുള്ളൂ. ഈ സ്ത്രീധന സമ്പ്രദായത്തിന് മുമ്പുണ്ടായിരുന്ന, ശരിക്ക് ആദ്യകാലത്തുണ്ടായിരുന്നത് പുരുഷധനമായിരുന്നു. അറിയപ്പെടുന്ന ചരിത്രത്തിൽ ഏറ്റവും പഴയ കാലത്ത് ഇതുണ്ടായിരുന്നത് ബാബിലോണിയൻ സംസ്കാരത്തിലാണ്. ബാബിലോണിയൻ സംസ്കാരം അത് ക്രിസ്തുവിന് മുമ്പൊരു 3-4 നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഉള്ള സംസ്കാരമാണ്. അന്ന് എന്തായിരുന്നു വെച്ചാൽ, അന്ന് ഉണ്ടായിരുന്നൊരു നിയമസംഹിത ഉണ്ടായിരുന്നു. ലോകത്ത് ആദ്യമായിട്ട് എഴുതപ്പെട്ടിട്ടുള്ള നിയമസംഹിതകളിലൊന്നാണ് ഹമ്മുറാബി കോഡ് എന്ന് പറയും. ഹമ്മുറാബി, നെബുക്കദ്നേസർ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ബാബിലോണിയൻ ചക്രവർത്തിമാരായിരുന്നു. ബാബിലോണിയൻ ആ ഒരു സംസ്കാരം, ആ സംസ്കാരത്തിലെ ഒരു ചക്രവർത്തിയായിരുന്നു ഹമ്മുറാബി. ഹമ്മുറാബി ഒരു നിയമസംഹിത എഴുതിയുണ്ടാക്കി. ഹമ്മുറാബി വളരെ ആദരിക്കപ്പെട്ടിരുന്ന ഒരു മഹാരാജാവായിരുന്നു. അപ്പോൾ അതിന് ദ കോഡ് ഓഫ് ഹമ്മുറാബി എന്നാണ് പറഞ്ഞത്. കോഡ് ഓഫ് ഹമ്മുറാബിയിൽ ഈ സ്ത്രീകളുടെ വിവാഹത്തിനെ സംബന്ധിച്ച് ക്ലുപ്തമായ ചില നിയമങ്ങളുണ്ട്. എന്ന് വെച്ചാൽ, ഒരു പെൺകുട്ടി വിവാഹം കഴിക്കേണ്ട പ്രായമായെങ്കിൽ ആ കുട്ടിയെ ഒരു ചന്തയിൽ കൊണ്ടുപോയി പ്രദർശിപ്പിച്ചിട്ട് ആ കുട്ടിയെ കണ്ടിട്ട് ആളുകൾ അതിന് വിലയിടും. എന്നിട്ട് അതിൽ ഏറ്റവും കൂടുതൽ വിലയിടുന്നവർക്കോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടവർക്കോ കുട്ടിയുടെ പിതാവിന് ആ കുട്ടിയെ കൈമാറാം. പൈസ, അതായത് പുരുഷൻ പൈസ കൊടുത്ത കുട്ടിയെ വാങ്ങിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ വാങ്ങിക്കുമ്പോൾ അന്നത്തെ നാണയത്തിനനുസരിച്ച് അങ്ങനെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ആക്കുന്നത്, ഈ കുട്ടിക്ക് ഇത്രമാത്രം മൂല്യമുണ്ട്, ഈ കുട്ടി എൻ്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ സൗന്ദര്യം, ശാരീരിക ശക്തി, ഇതെല്ലാം നോക്കിയായിരുന്നു വാങ്ങിച്ചിരുന്നത്. അപ്പോൾ ഏറ്റവും കണ്ടാൽ അഴകുള്ള, ആരോഗ്യമുള്ള പെൺകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ധനം കൊടുത്ത്, അത് ധനം പല രീതിയിൽ, ധനം കന്നുകാലികളായിട്ട്, സ്വർണമായിട്ട്, നാണയങ്ങളായിട്ടൊക്കെ കൊടുക്കുമായിരുന്നു. അത് ഹമ്മുറാബി, കോഡ് ഓഫ് ഹമ്മുറാബിയിലെ ഒരു നിയമസംഹിതയായിരുന്നത്. പക്ഷെ അങ്ങനെ വന്നു കഴിയുമ്പോൾ കുറച്ച് പെൺകുട്ടികൾ ചിലവാകാതെ വരും. അവസാനം ബാക്കി വരും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്ന് മാത്രമല്ല, പണം കയ്യിലുള്ളവർ അവരുടെ അഫോർഡബിലിറ്റിക്ക് അനുസരിച്ച് ഇപ്പോൾ ഏറ്റവും നല്ല കുട്ടിയെ വേണ്ടവർ ഏറ്റവും കൂടുതൽ പണം കൊടുക്കേണ്ടി വരും. അങ്ങനെ വന്നു അവസാനം വരുമ്പോൾ ചിലവാകാതെ നിൽക്കുന്ന ചില പെൺകുട്ടികളുണ്ട്. അപ്പോൾ അവരുടെ അച്ഛനമ്മമാർക്ക് അവരെ ഒഴിവാക്കിയേ പറ്റുള്ളൂ. അപ്പോൾ അതെന്ത് ചെയ്യും? ഈ ബാക്കി നിൽക്കുന്നവർക്ക് അങ്ങോട്ട് പണം ഓഫർ ചെയ്തിട്ട് ഈ കുട്ടികളെ കൊടുക്കും. ഒരുപക്ഷെ ആദ്യകാല സ്ത്രീധന സമ്പ്രദായം അങ്ങനെ വന്നതായിരുന്നു. അത് പിന്നീട് തുടർന്ന് പോയിട്ടുണ്ട്. അപ്പോൾ എങ്കിലും ഈ പ്രാചീന മതങ്ങളിലെല്ലാം തന്നെ, അതിപ്പോൾ ബാബിലോണിയൻ സംസ്കാരം കഴിഞ്ഞ് പിന്നെ ഗ്രീക്ക് സംസ്കാരം വന്നു, അത് കഴിഞ്ഞിട്ട് ജൂത സംസ്കാരം വന്നു, അത് കഴിഞ്ഞിട്ട് ക്രിസ്ത്യൻ സംസ്കാരം വന്നു, ഇസ്ലാം സംസ്കാരം വന്നു. ഈ സംസ്കാരത്തിലൊക്കെ തന്നെ പുരുഷൻ സ്ത്രീയുടെ വീട്ടിലേക്ക്, സ്ത്രീയുടെ അച്ഛന് പണം കൊടുക്കുന്ന സംസ്കാരമായിരുന്നു നിലവിലിരുന്നത്. ഉദാഹരണത്തിന് അത് ഇസ്ലാമിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇസ്ലാമിൽ നിയമപരമായിട്ട് ഇപ്പോഴും മഹറാണുള്ളത്. മഹർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീധനത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. പുരുഷൻ സ്ത്രീക്ക് കൊടുക്കുന്ന പണമാണ് മഹർ. ഇത്ര മഹറിനാണ് ഞാൻ വിവാഹം കഴിച്ചെന്നൊരു പുരുഷനെ പറയാൻ അവകാശമുള്ളൂ. പുരുഷൻ കൊടുക്കുന്നതാണ്. പക്ഷെ ഇപ്പോൾ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ, ഞാൻ അടുത്ത് പല ഇസ്ലാം വിവാഹങ്ങളിലും പങ്കെടുക്കാറുണ്ട്. മഹർ വളരെ ചെറിയൊരു തുക ഉണ്ടാവും, പക്ഷെ കണക്ക് കൂടാതെ വലിയൊരു തുക സ്ത്രീയുടെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് കൊടുക്കും. സ്ത്രീധനം എന്ന് പറയില്ല. പക്ഷെ അടുത്ത കാലത്ത് ഞാനൊരു എൻ്റെ സുഹൃത്തായ ഒരു മുസ്ലിമിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നതിനും, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരിക്ക് വേണ്ടി അദ്ദേഹം കൊടുത്തതിനും ഈ കണക്കുണ്ട്,
പള്ളിയുടെ രജിസ്റ്ററിൽ അതിന് കണക്കുണ്ട്. എങ്ങനെയാണെന്നറിയാമോ? വിവാഹത്തോടനുബന്ധിച്ച് കൊടുത്ത സമ്മാനാദി സൗകര്യങ്ങളെന്ന് പറഞ്ഞിട്ട് കൊടുത്ത സ്വർണത്തിൻ്റെ 150 പവൻ സ്വർണം അല്ല ഇത്ര ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞൊരു കണക്കെഴുതും. സമ്മാനങ്ങൾ, സത്യത്തിൽ അത് സ്ത്രീധനമാണ്. മഹറിൻ്റെയും കണക്കെഴുതണമെന്നുണ്ട്. അത് ക്ലിപ്തമായ കണക്കുകളുണ്ട്. അതുകൊണ്ട് പക്ഷെ പല സമുദായങ്ങളിലും അങ്ങനെയുള്ള കണക്കുകൾ ഉണ്ടായിരുന്നില്ല. ഇനി ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഈ സ്ത്രീധന സമ്പ്രദായം ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായിരുന്നില്ല. കാരണം ഇന്ത്യൻ സംസ്കാരത്തിൽ സ്ത്രീയെ ഒരു കച്ചവടച്ചരക്കായിട്ട് കണ്ടിരുന്നില്ല. അത് ഒരു 100-150 വർഷമായിട്ടുള്ള നമ്മുടെ കേരള സംസ്കാരത്തിൽ ഈ സ്ത്രീധന സമ്പ്രദായം വന്നിട്ട് എനിക്ക് ഓർമ്മ വരുന്നത് ഇസ്ലാം മതം ഇന്ത്യയിലെത്തിയത് ആദ്യമായിട്ട് കേരളത്തിലാണ്. മുസ്ലിസിൽ കൊടുങ്ങല്ലൂരിൽ എത്തിയപ്പോൾ ഒരു 13 മുസ്ലിങ്ങൾക്ക് അറേബ്യയിൽ നിന്ന് നേരിട്ട് വന്ന മുഹമ്മദ് നബിയുടെ ജീവിതകാലത്ത് ആണ് അവർ നേരിട്ട് കൊടുങ്ങല്ലൂർ എത്തുന്നത്. കൊടുങ്ങല്ലൂർ അന്ന് ചേരമാൻ പെരുമാൾ ഭരിച്ചിരുന്ന കാലമാണ്. അദ്ദേഹം അവരെ സ്വീകരിച്ചു. അപ്പോൾ ഇവർ 10-13 പേർക്ക് വിവാഹം കഴിക്കാൻ അവരുടെ കൂടെ സ്ത്രീകൾ ഉണ്ടായിരുന്നില്ല. അവരുടെ കൂടെ വളരെ കുറച്ച് സ്ത്രീകളെ വന്നിരുന്നുള്ളൂ. അപ്പോൾ ഇവർ പോയി ചക്രവർത്തിയോട് അഭ്യർത്ഥിച്ചു. എന്താണ് അഭ്യർത്ഥിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് വിവാഹം കഴിക്കാൻ സ്ത്രീകളില്ല, അതുകൊണ്ട് ഈ നാട്ടിൽ ആരെങ്കിലും ഞങ്ങളെ വിവാഹം കഴിക്കാൻ അനുവദിക്കണം. അപ്പോൾ ചക്രവർത്തി വിളംബരം ചെയ്തു. എന്താ വിളംബരം ചെയ്തത്? ഈ നാട്ടിലുള്ള ബ്രാഹ്മണ, നായർ, ഈഴവ, ക്രിസ്ത്യൻ സമുദായങ്ങൾ, ആ 4 സമുദായങ്ങളെ അന്നവിടെ ഉള്ളൂ. സമുദായങ്ങളിൽപ്പെട്ട ആരെങ്കിലും സ്ത്രീകൾ ഈ അറേബ്യയിൽ നിന്ന് വന്ന മുസ്ലിങ്ങളെ വിവാഹം കഴിക്കാൻ തയ്യാറാണെങ്കിൽ എത്തിച്ചേരേണ്ടതാണെന്ന് പറഞ്ഞൊരു വിളംബരം ചെയ്തു. അങ്ങനെ ആദ്യം എത്തിച്ചേർന്നവരെയാണ് ഈ മുസ്ലിങ്ങൾ വിവാഹം കഴിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഞാൻ പറയാറുണ്ട്, കേരളത്തിലുള്ള മുസ്ലിങ്ങളുടെയൊക്കെ ആദ്യ അമ്മ ഹിന്ദുക്കളാണ്, അല്ലെ ക്രിസ്ത്യാനി. ഈ വന്ന കൂട്ടത്തിൽ 1-2 ക്രിസ്ത്യാനികളെ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊക്കെ ഹിന്ദു സ്ത്രീകളായിരുന്നു. അതും അന്ന് നിലവിലുള്ള ഉന്നത കുലജാതരെന്ന് പറയുന്ന വിഭാഗങ്ങളിലെ സ്ത്രീകളായിരുന്നു അത്. അപ്പോൾ അതുണ്ട്. അപ്പോൾ അന്ന് ഈ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ വേണ്ടി ഈ അറേബ്യയിൽ നിന്ന് വന്നവർ മഹർ നല്ല രീതിയിൽ കൊടുത്തിട്ടാണ് വിവാഹം കഴിച്ചത്. അന്നൊരു അട്രാക്ഷൻ കൂടിയായിരുന്നു അത്. പക്ഷെ അതൊക്കെ ഇപ്പം മാറിയിട്ട് ഇപ്പോൾ പെൺകുട്ടികളെ, അപ്പോൾ ഇത് ഞാനീ പറഞ്ഞത് നടന്നത് 1445 ആണ് ഹിജറ വർഷം എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അത്രയും വർഷങ്ങൾക്ക് മുമ്പാണിത്. 1400 ചില്ലാനും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ആ മതവിഭാഗത്തിലും വലിയ തുകകൾ കൊടുത്തിട്ടാണ് വിവാഹം കഴിക്കുന്നത്. ഇനി അതുപോലെ ക്രിസ്തീയ സമൂഹത്തിൽ, ഹൈന്ദവ സമൂഹത്തിൽ ഇപ്പം എൻ്റെ തന്നെ ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ എഞ്ചിനീയറിംഗ് ഡിഗ്രി കഴിഞ്ഞ് ഉടനെ ജോലി കയറി. ഞാൻ വിവാഹം ആലോചിച്ച് തുടങ്ങുന്നതിന് മുന്നേ തന്നെ എനിക്ക് ചില വിവാഹാലോചനകൾ വന്നു. അത് കണക്ക് പറഞ്ഞാണ് വിവാഹാലോചനകൾ വരുന്നത്. ഇത്ര രൂപ, ഇത്ര പണം, കൂട്ടത്തിൽ ചിലർ ഇത്ര ബസ്, അങ്ങനെയൊക്കെ പല കണക്കുണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. ഇത് 80കളിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള ഓഫറുകൾ പുരുഷന്മാരിലേക്ക് എത്തിക്കുകയാണ് ഇത് ചില ഇടനിലക്കാർ വഴി. മനസ്സിലായില്ലേ? അപ്പോൾ അത് ആ സമ്പ്രദായം ഇന്നും കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഇത് മാറി എന്നുള്ളതാണ് സത്യം. പക്ഷെ ഇത് എങ്ങനെ, എവിടെ നിന്ന് വന്നു? ഇത് വരാനുള്ള കാരണം, ഇത് നമ്മുടെ ഇവിടെ തുടങ്ങാനുള്ള കാരണം പരമ്പരാഗതമായ കാരണങ്ങളൊന്നുമല്ല. ഒരു 100-150 വർഷങ്ങൾക്ക് മുമ്പ്, അന്നും പ്രത്യേകിച്ച് ഈ നായർ സമുദായത്തിൽ വളരെ കുറവായിരുന്നത്. ആ കാലത്ത് കേരളത്തിലുണ്ടായിരുന്ന ഒരു ഭൂരിപക്ഷ സമൂഹത്തിലൊന്നായിരുന്നു നായർ സമുദായം. അവിടെ ഈ പറഞ്ഞ സ്ത്രീധന സമ്പ്രദായം ഇല്ലായിരുന്നു. കാരണം അവിടെ സ്ത്രീകൾക്ക് സ്വയം പുരുഷന്മാരെ കണ്ടെത്താനുള്ള അവകാശമുണ്ടായിരുന്നൊരു സമൂഹമായിരുന്നു. സ്ത്രീധന സമ്പ്രദായം ആദ്യം വന്നത് കുറച്ച് പിന്നോക്കം നിന്ന സമുദായങ്ങളിലാണ്. എന്ന് വെച്ചാൽ ഈ പിന്നോക്കം നിന്ന സമുദായങ്ങൾ, നമ്മളിപ്പോൾ പറയാവുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സമുദായങ്ങളിൽ നിന്ന് ഇപ്പോൾ പറയുന്ന സമുദായങ്ങളിലാണ് ആദ്യമായിട്ടത് വന്നത്. അത് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവളെ പോറ്റുക എന്നുള്ളത് വിവാഹം കഴിച്ചുകൊണ്ട് പോകുന്ന പുരുഷൻ്റെ കുടുംബത്തിൻ്റെ ഒരു ബാധ്യതയാണെന്നുള്ള രീതി വന്നപ്പോൾ ഇവരെന്ത് ചെയ്തു? ഇവർ കുറേ ആഭരണങ്ങൾ, കുറച്ച് പാത്രങ്ങൾ, അതുപോലെ കുറച്ച് ഭക്ഷ്യസാധനങ്ങൾ, ഇതൊക്കെ അവിടേക്ക് കൊടുക്കുന്ന ഒരു സമ്പ്രദായമാണ് ആദ്യമായിട്ട് തുടങ്ങിയത്. ഒരു 100-150 വർഷങ്ങൾക്ക് മുന്നെയാണ്. അത് ക്രമേണ കൂടി നമ്മുടെ സമൂഹം മെച്ചപ്പെട്ടു വരുംതോറും പിന്നെ പണത്തിലേക്കും പൊന്നിലേക്കും എത്തി എന്നുള്ളതാണ്. അവരുടെ അഫോർഡബിലിറ്റി കൂടി വന്നപ്പോൾ നല്ലൊരു ശതമാനം ആളുകൾ ഇതിനെ അന്നും ഇന്നും അംഗീകരിച്ചിട്ടില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നായർ സമുദായത്തിൽ ഇങ്ങനൊരു സമ്പ്രദായം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്ത് നായർ സമുദായത്തിലുണ്ട്. കഴിഞ്ഞ ഒരു 50 വർഷമായിട്ട് നായർ സമുദായത്തിൽ ഈ സ്ത്രീധന സമ്പ്രദായം വളരെ ശക്തമാണ്. എല്ലാവരും ചെയ്യുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം, വളരെ ശക്തമാണ്. മറിച്ച് പിന്നോക്ക സമുദായങ്ങളിൽ പണ്ടുണ്ടായിരുന്ന തുടങ്ങി വെച്ച ആ സമ്പ്രദായം, അതായത് പാത്രങ്ങൾ കൊടുക്കുക, ആഭരണങ്ങൾ കൊടുക്കുക,
അതിന്ന് പൂർവാധികം ശക്തിയോടുകൂടി മാറിയിരിക്കുന്നു. എന്ന് മാത്രമല്ല, അന്നൊന്നും ഈ സ്വത്തുക്കൾ അങ്ങനെ കൊടുക്കാനില്ല. അന്ന് പിന്നോക്ക സമുദായത്തിന് സ്വന്തമായി ഭൂമി തന്നെ ഉണ്ടായിരുന്നില്ല. അവരുടെ കയ്യിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ എല്ലാ സമുദായങ്ങൾക്കും സ്വന്തമായി ഇഷ്ടം പോലെ ഭൂമി, മറ്റാർഭാടങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് പലരും കണക്ക് പറഞ്ഞാൽ വാങ്ങിക്കുന്നത്. അടുത്ത കാലത്ത് ഒരാൾ പറയുന്ന കണക്ക് കേട്ടിട്ട് എനിക്ക് ചിരി വന്നു. വരൻ ഡോക്ടറാണ്, ഒരു ബെൻസ് കാറ്, 250 പവൻ സ്വർണം, 1 കോടി രൂപ. മനസ്സിലായില്ലേ? ഇത് അപ്പം ഞാൻ പ്രത്യേകം എടുത്ത് വെച്ച് എന്തിനാ ഈ 1 കോടി രൂപ? അത് അയാൾ കണക്ക് പറഞ്ഞു. സാർ, അയാൾ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ ഫീസ് എല്ലാം കൂടെ അതിൻ്റെ പലിശയും കൂടെ കൂട്ടുമ്പോൾ 1 കോടി വരും. അത് കിട്ടിയാൽ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ. ബാക്കി സ്വർണവും കാറും ഒക്കെ അയാളുടെ ആവശ്യത്തിന് വേണ്ടി. മനസ്സിലായില്ലേ? ഇത് കൂടാതെ വീട്ടിലുള്ള വസ്തുവകകളുടെ അർഹമായ ഷെയർ. അപ്പോൾ ഇത് കണക്ക് പറഞ്ഞ് വാങ്ങിക്കുന്ന ഒരു സമ്പ്രദായം ഇപ്പോൾ കേരളത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കുറച്ച് മുമ്പ് സൂചിപ്പിച്ച ഈ മരണം, 2 തരത്തിലാണ് ഈ മരണം. ഒന്ന് ഹോമിസൈഡ്, ഒന്ന് സൂയിസൈഡ്. ഇപ്പോൾ സ്ത്രീധന മരണം 2 തരത്തിലാണ്, ഹോമിസൈഡ് അല്ലെ സൂയിസൈഡ്. ഈ ഹോമിസൈഡിൻ്റെ കാര്യത്തിൽ നോർത്ത് ഇന്ത്യ നമ്മളെക്കാൾ മുന്നിലാണ്. ഹോമിസൈഡ് എന്ന് പറഞ്ഞാൽ സ്വയം മരിക്കുന്നതല്ല, വേറെ ആരെങ്കിലും കൊല്ലുന്നതാണ്. ഒന്നീ അമ്മായിയമ്മ, അല്ലെങ്കിൽ ഭർത്താവ്, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാർ. അത് സ്റ്റൗ പൊട്ടിത്തെറിച്ചാകാം, തീ പിടിച്ചിട്ടാകാം, അല്ലെങ്കിൽ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചിട്ടാകാം, അല്ലെങ്കിൽ കിണറ്റിൽ വീണിട്ടാകാം. ഇതൊക്കെ വീഴ്ത്തുന്നതോ കത്തിക്കുന്നതൊക്കെയാണ്. അതൊക്കെ ഹോമിസൈഡാണ്. കേരളത്തിൽ ഹോമിസൈഡ് വളരെ കുറവാണ്. അപൂർവമായിട്ട് ഇപ്പോൾ അടുത്ത കാലത്ത് പാമ്പിനെ വിട്ട് കടിപ്പിക്കുന്നതും അതൊക്കെ ഹോമിസൈഡ് തന്നെയാണ്. പക്ഷെ അത് അപൂർവമാണ് കേരളത്തിൽ. കേരളത്തിൽ ഏറ്റവും അധികം സൂയിസൈഡാണ്. പെൺകുട്ടികളുടെ ആത്മഹത്യയാണ് കേരളത്തിൽ സ്ത്രീധന മരണത്തിൽ ഏറ്റവും കൂടുതൽ, ഹോമിസൈഡ് അല്ല. നോർത്തിൽ അങ്ങനെയല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ ഹോമിസൈഡാണ്. എന്തുകൊണ്ട് കേരളത്തിൽ ഈ സൂയിസൈഡ് വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ പെൺകുട്ടികൾക്ക് പ്രതികരണശേഷി കുറച്ച് കൂടുതലാണ്. നോർത്ത് ഇന്ത്യയിൽ അത് ഇത്തിരി കുറവാണ്. അതുകൊണ്ട് മറ്റ് ഇന്ത്യൻ സ്റ്റേറ്റ്സിന് വളരെ രസകരമായൊരു കണക്കുണ്ട്. ഈ ഡൗറി ഡെത്ത്, സ്ത്രീധന മരണം ഏറ്റവും കൂടുതലുള്ളത് സൗത്ത് ഇന്ത്യയിലാണ്. എന്ന് വെച്ചാൽ സൗത്ത് ഇന്ത്യയിലാണ് ഇതൊരു ബിസിനസ്സായിട്ട് കണ്ടിരിക്കുന്നത്. നോർത്ത് ഇന്ത്യയിൽ ഒരു വിവാഹം ഒരു ബിസിനസ്സായിട്ടല്ല അവർ കണ്ടിരിക്കുന്നത്. അതൊരു പക്ഷേ സാമൂഹികമായ പശ്ചാത്തലം കൊണ്ട് കൂടുതലും എനിക്ക് തോന്നുന്നു അവരുടെ ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ട് വരുന്നത് കൊണ്ടായിരിക്കണം. അതുകൊണ്ടായിരിക്കാം നോർത്തിലൊക്കെ അതുകൊണ്ടായിരിക്കാം. രണ്ടാമത് പൊതുവെ ഈ ഒരു മെയിൽ ഷോവിനിസം കൂടുതൽ സൗത്ത് ഇന്ത്യയിലാണ്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പുരുഷ മേധാവിത്വം സൗത്ത് ഇന്ത്യയിലാണ് കുറച്ച് കൂടുതൽ നോർത്ത് ഇന്ത്യ അപേക്ഷിച്ച്. കാരണം ഞാൻ ഈ 2 ഭാഗത്തും ജീവിച്ചിട്ടുള്ളതിന് എനിക്ക് നന്നായിട്ടറിയാം. ഓതൻറ്റിക് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ കൂടുതൽ ആണുങ്ങൾ മുന്നോട്ട് വരുന്നത് സൗത്ത് ഇന്ത്യയിലാണ്. പക്ഷെ അപ്പോഴും ഹോമിസൈഡ് നോർത്തിലാണ് കൂടുതൽ. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീധനത്തിന് ആരാണ് കാരണക്കാർ? നല്ലൊരു പങ്ക് വരനല്ല, വരൻ്റെ അമ്മയോ വരൻ്റെ അച്ഛനോ ആണ്. അതിലും നല്ലൊരു പങ്ക് വരൻ്റെ അമ്മയാണ്. അപ്പോൾ സ്ത്രീധനത്തിൻ്റെ വിഷ്യ സർക്കിൾ, ദൂഷിത വലയത്തിൻ്റെ കിങ് പിൻ എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ്. ഇത് നമുക്ക് നിഷേധിക്കാൻ പറ്റാത്ത ഒരു സത്യമാണ്. അത് കാരണം മരിക്കുന്ന കുറേ സ്ത്രീകൾ അല്ലേ? അത് കാരണം മരിക്കുന്ന കുറേ സ്ത്രീകൾ. എൻ്റെ അറിവിൽ പുരുഷന്മാർ, ഒരു വരൻ്റെ അച്ഛൻ, പണ്ടൊക്കെ ഇങ്ങനെ വിവാഹാലോചനകൾക്കൊക്കെ പോകുമ്പോൾ പുരുഷന്മാർ കണക്കൊക്കെ പറയുമായിരുന്നു. പക്ഷെ ഇത്ര വേണം എന്നവരെ ഇൻസ്ട്രക്ട് ചെയ്ത് വിടുകയാണ് ഇപ്പോൾ. അപ്പോൾ ഈ സ്ത്രീധനത്തിൻ്റെ കണക്ക് തീരുമാനിക്കുന്നതിൽ നല്ലൊരു പങ്ക് സ്ത്രീകൾക്ക് തന്നെയാണ്. എന്ന് മാത്രമല്ല, എല്ലാ സ്ത്രീകളും ഒരു ആൺകുട്ടിയുടെ വിവാഹപ്രായമെത്തിയ ഒരു ആൺകുട്ടിയുടെ അമ്മയായി മാറിക്കഴിയുമ്പോൾ അവർ മറന്നു പോകുന്നു മുമ്പ് വിവാഹ മാർക്കറ്റിൽ ഇങ്ങനെ വരനെ അഭിമുഖീകരിച്ച് നിന്ന ഒരു പെൺകുട്ടിയായിരുന്നു അവരെന്ന്. അത് ഒരു ഈ ഷെയറിങ് ഓഫ് സഫറിങ് ആണ്. ഞാനും കുറെ അനുഭവിച്ചിട്ടുള്ളതല്ലേ, നീയും കുറെ അനുഭവിച്ചോ, അനുഭവിച്ചിട്ട് പോയാൽ മതി എന്നുള്ളൊരു മനസ്സതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഇതിൽ ഈ സാംസ്കാരികമായ മാറ്റങ്ങൾ ഒരുപാട് വരുന്നു. ഇപ്പോൾ പല രാജ്യങ്ങളിലും സ്ത്രീധന സമ്പ്രദായം വളരെ ദുർബലമായിപ്പോയി. വളരെ ചെറിയ രീതിയിലൊക്കെയുള്ള ചില ചടങ്ങുകളൊക്കെ ഉള്ളൂ. അതും ചില ഗോത്രവർഗ്ഗങ്ങളിലുള്ള ചില ആചാരങ്ങളുടെ ചടങ്ങുകളേ ഉള്ളൂ. ഉദാഹരണത്തിന് ഇപ്പം ആഫ്രിക്കയിലെ ചില ഗോത്രവർഗ്ഗങ്ങളിൽ വിവാഹത്തിന് മുമ്പ് പെൺകുട്ടി ഓരോ ദിവസവും വിരുന്നൊരുക്കും. എന്നിട്ട് ഓരോ പുരുഷനെയാണ് വിളിക്കുക. എന്നിട്ട് കുറേ ദിവസം വിരുന്ന് കഴിഞ്ഞതിന് ശേഷം ഈ വിരുന്ന് കഴിഞ്ഞ് ഒരു ദിവസം അവരോടൊപ്പം അവിടെ ചിലവഴിക്കും. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇവരിൽ ആരെ വരനായിട്ട് വേണമെന്ന് അവൾ തീരുമാനിച്ച് പ്രഖ്യാപിക്കുള്ളൂ. അപ്പോഴും അതൊരു സ്ത്രീ ഡൊമിനേഷനാണ് അവിടെ വരുന്നത്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ വിരുന്ന് ഭയങ്കര ചിലവേറിയ വിരുന്നാണ്. ഈ കുറേ ദിവസങ്ങളിലെ വിരുന്ന് കഴിയുമ്പോഴേക്ക് അവളുടെ വീട്ടിലുണ്ടായിരുന്ന സ്വത്ത് മുഴുവൻ ഇല്ലാതാവും. ഒരാളല്ലല്ലോ, പല പുരുഷന്മാരാണ് വരുന്നത്. അതുകൊണ്ട് എന്താ വരുന്നത് വെച്ചാൽ ഈ വിരുന്ന് തന്നെയാണ് അവരുടെ ഈ വിവാഹത്തിൻ്റെ വലിയൊരു
ഭാഗമായിട്ട് മാറുന്നത്. പിന്നീട് വിവാഹ ചടങ്ങിന് വളരെ കുറച്ച് പേര് കൂടിച്ചേർന്നുള്ള, അത് ഓരോ ഗോത്രത്തിനും, ഇതൊരു ഗോത്രത്തിൻ്റെ ഇതുപോലെ ഓരോ ഗോത്രത്തിനും അതിൻ്റെതായ ചില കൾച്ചേഴ്സ് ഉണ്ട്. പിന്നെ ഈ ബ്രൈഡ്സ് വെൽത്ത് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന ഒരു കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. ബ്രൈഡ് സർവീസ് അല്ലെങ്കിൽ ബ്രൈഡ് സർവീസ് വളരെ കോമൺ ആയിട്ട് ഈ അറേബ്യൻ രാജ്യങ്ങളുണ്ടായിരുന്നു. ബ്രൈഡ് സർവീസിൻ്റെ കോൺസെപ്റ്റ് വേറൊന്നാണ്. സ്ത്രീധനം പണമായിട്ട് കൊടുക്കാൻ ഇല്ലാത്ത പുരുഷന്മാർ വിവാഹം കഴിഞ്ഞിട്ട് കുറേ നാൾ വധുവിൻ്റെ വീട്ടിൽ, ഇപ്പോഴും ആദിവാസി ഗോത്രങ്ങളിൽ ഇതുണ്ട് കേട്ടോ. അട്ടപ്പാടി പോലെയുള്ള ആദിവാസി ഗോത്രങ്ങളിൽ ബ്രൈഡ് സർവീസ് വളരെ കോമണാണ്. ബ്രൈഡ് സർവീസ് എന്ന് പറഞ്ഞപ്പോൾ അട്ടപ്പാടി ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളത്, ഒരു പെൺകുട്ടിയെ ഒരു പുരുഷൻ വന്ന് വിവാഹം കഴിച്ചു. അപ്പോൾ ആ പെൺകുട്ടിക്ക് സമാനമായി കൊടുക്കാൻ അവൻ്റെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യും? 6 മാസമോ 1 വർഷമോ 2 വർഷമോ ഈ വധുവിൻ്റെ വീട്ടിൽ വന്ന് അവിടുത്തെ ജോലിയൊക്കെ ചെയ്യും, പണിയെടുക്കണം. ആ പണി ചെയ്തിട്ട് ഇവനത് കോമ്പൻസേറ്റ് ചെയ്യാണ്. ഈ ബ്രൈഡ് സർവീസ് എനിക്ക് തോന്നുന്നു ആദ്യമായി തുടങ്ങിയത് അറേബ്യൻ രാജ്യങ്ങളിലാണ്, കേരളത്തിൽ വന്നതല്ല. പക്ഷേ കേരളത്തിൽ ഇന്നത് ആദ്യ ഗോത്രങ്ങളിൽ കാണുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഗോത്ര സമൂഹങ്ങളിൽ ഇന്നും ഈ ബ്രൈഡ്, ആദ്യം എനിക്ക് കേട്ടപ്പോൾ ഇത് അത്ഭുതം തോന്നിയിരുന്നു. പക്ഷേ അതൊരു ബോണ്ടേജ് പോലെയാണ്. അത് അവർക്ക് നിഷേധിക്കാൻ പറ്റാത്ത ഒരു ബോണ്ട് പോലെ ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട്. ബ്രൈഡ് സർവീസ് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ്. ഇനി അതുപോലെ തന്നെ ആദിമ സംസ്കാരം നിലനിൽക്കുന്ന പല സമൂഹങ്ങളിലും ഈ ബ്രൈഡ് വെൽത്ത് ഉണ്ട്. ബ്രൈഡ് വെൽത്ത് എന്ന് പറഞ്ഞാൽ അത് വേറൊരു സങ്കല്പമാണ്. സ്ത്രീയെ കൊണ്ടുവരുമ്പോൾ അവളെ തന്നെ ഒരു വെൽത്തായിട്ട് പരിഗണിക്കുന്ന ഒരു സമ്പ്രദായമാണത്. അതായത് സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു ധനമാണ്. അത് നമ്മൾ തത്വത്തിനൊക്കെ പറയാറുണ്ട്, സ്ത്രീ തന്നെ ഒരു ധനമാണ്, പിന്നെന്തിനാ വേറെ സ്ത്രീധനം. അതിന് പകരമായിട്ട് ആ വധുവിൻ്റെ വീട്ടിലേക്ക് ചില ഗിഫ്റ്റ്സ് ഒക്കെ എത്തിച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായം. അതിപ്പോൾ ഒരാൾ പോവാണല്ലോ, അപ്പം അത്രയും നാൾ അവിടെ നിന്ന ഒരാളുടെ ഒരിത് മാറ്റാൻ വേണ്ടിയിട്ട് ചെറുക്കൻ്റെ വീട്ടുകാർ അങ്ങോട്ട് കൊടുക്കുന്ന കോമ്പൻസേറ്ററി സർവീസ് പോലെയാണ്. അത് പക്ഷേ വളരെ ചെറിയ സമൂഹങ്ങളിലെ അത് നിലവിലുള്ളൂ. എൻ്റെ ശ്രദ്ധപ്പെട്ട തമിഴ്നാട്ടിലെ ചില ചെറിയ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഈ ബ്രൈഡ് വെൽത്ത് സമ്പ്രദായം നിലവിലുണ്ട്. ഈ ബ്രൈഡ് സർവീസ് നമ്മുടെ കേരളത്തിൽ തന്നെ നിലവിലുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ അതൊന്നും അല്ല പ്രശ്നം. ഇപ്പം കേരളത്തിൽ 2-3 തരത്തിലുള്ള പെൺകുട്ടികളുണ്ട്. ഒരു തരത്തിലുള്ള പെൺകുട്ടി, ഇപ്പോൾ ഒരിക്കൽ ഒരു പെൺകുട്ടി, ഞാൻ കാഷ്വലായിട്ട് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്ന പെൺകുട്ടിയോട് ഞാൻ ഹസ്ബൻഡ് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ വിവാഹം ആയിട്ടില്ല സാർ എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു എന്താ വിവാഹം ആകാഞ്ഞെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, സാറാ വരുന്നവരൊന്നും അടുക്കുന്നില്ല, അവരൊക്കെ വലിയ തുകകളും സ്വർണ്ണമൊക്കെയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താ? അത് സാർ ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, ഞങ്ങളുടെ സമൂഹത്തിൽ ഒരു വലിയ തുകയും അവർ പറയുന്ന കണക്കിന് സാധനങ്ങളും കൊടുത്താലേ വിവാഹം നടക്കുള്ളൂ. കാരണം അവരുടെ കൾച്ചറൽ ട്രഡീഷൻ അനുസരിച്ച് വിവാഹം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഈ പെൺകുട്ടികൾക്ക് തന്നെ വീട്ടിലൊന്നിനും അവകാശമില്ല. വീട്ടിലുള്ള സ്വത്തുവകകളും എല്ലാം പിന്നെ പുരുഷന്മാർക്കുള്ളതാണ്. സത്യത്തിൽ അതിപ്പോൾ നിയമപരമായിട്ട് സാധ്യതയില്ല. കാരണം മേരി റോയ് കേസ് എന്നൊരു കേസുണ്ടായിരുന്നു, വളരെ പ്രശസ്തമായ. അരുന്ധതി റോയി അറിയുമല്ലോ. അരുന്ധതി റോയിയുടെ അമ്മ മേരി റോയി അവരുടെ സ്വത്തുക്കൾ, അവരുടെ കുടുംബ സ്വത്തുക്കൾ അവർക്കും തുല്യാവകാശമാണെന്ന് പറഞ്ഞ് സുപ്രീം കോടതിനെ സമീപിച്ച് അതിന് വിധി നേടിയെടുക്കുകയുണ്ടായി. അപ്പോൾ അതിനുശേഷം ആ വിധി വന്നതിന് ശേഷം ക്രിസ്തീയ സമൂഹത്തിലും ഈ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യ അവകാശമാണ്. അപ്പോൾ അതുപോലെ ഈ നായർ സമുദായത്തിന് മുമ്പൊരു മരുമക്കത്തായ സമ്പ്രദായം ഉണ്ടായിരുന്നു. മരുമക്കത്തായ സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വത്തിൻ്റെ അവകാശം മരുമക്കൾക്കാണ്, മക്കൾക്കല്ല. പക്ഷേ അത് നീണ്ട കാലത്തെ കേസിലൂടെ അവസാനം മക്കൾക്ക് 1/2 നൂറ്റാണ്ട് മുമ്പ് തന്നെ മക്കൾക്ക് അവകാശം കിട്ടുകയുണ്ടായി. അതൊക്കെ മാറി വന്നു. അപ്പോൾ ഇപ്പോൾ അതുകൊണ്ട് ഏത് സമുദായത്തിൽപ്പെട്ടവരായാലും ഇപ്പോൾ ശരീഅത്ത് നിയമം ഫോളോ ചെയ്യുന്ന ചില വിഭാഗങ്ങളിലൊഴികെ ബാക്കി എല്ലായിടത്തും ഏത് സമുദായമാണെങ്കിലും അച്ഛൻ്റെ അമ്മയുടെയും സ്വത്തിന് അവകാശികളും മക്കളും കൂടെയാണ്. അത് തുല്യ അവകാശമാണ് താനും. അങ്ങനെ നോക്കുമ്പോൾ പെൺകുട്ടിക്ക് ആ അവകാശം ഉണ്ടെങ്കിൽ പിന്നെ പ്രത്യേകമായൊരു സ്വത്തിന് അവകാശമില്ല. പക്ഷേ നമുക്ക് മലയാളികൾക്കുള്ളൊരു കുഴപ്പം അത്യാഗ്രഹത്തിൽ കൂടുതലാണ്. എന്നുവെച്ചാൽ അവർക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ വരനെ വിലയ്ക്ക് വാങ്ങി മകൾക്ക് കൊടുക്കണം. അതെ അതെ, അതും ബാക്കിയുള്ളവരെ വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ടാണല്ലേ. കാരണം അവരുടെ കേമത്തം പറയണം, അങ്ങനെയാണല്ലോ എൻ്റെ മരുമകൻ നിങ്ങളുടെ മരുമകനേക്കാൾ മെച്ചപ്പെട്ടതാണെന്ന് പറയണമെങ്കിൽ ഉദ്യോഗ തലത്തിലോ, ഇപ്പോൾ തിരുവനന്തപുരം ഭാഗത്തൊക്കെ ഒരു പ്രത്യേകതയുണ്ട്, ഒരു സർക്കാർ ഉദ്യോഗം, അതായത് അവിടെ അതിന് പറയാറ് ശ്രീപത്മനാഭൻ്റെ 4 ചക്രം വാങ്ങുക എന്നാണ് പറയാറുള്ളത്. അത് കിട്ടുന്ന ആളിന് മാരേജ് മാർക്കറ്റിൽ വലിയ വിലയാണ്, വലിയ ബിസിനസ്സുകാരെക്കാളും വിലയാണ്. എന്നുവെച്ചാൽ എൻ്റെ മരുമകന് ഇപ്പോൾ സർക്കാർ ശമ്പളത്തിനൊക്കെ മൂല്യം ഇല്ലാതായിപ്പോയി, ഇനി അത് സ്ഥിരമായിട്ട് കിട്ടുമെന്നറിയില്ല. പക്ഷേ അതിനുള്ള മൂല്യം വളരെ കൂടുതലാണ്. അപ്പോൾ ഈ പൊങ്ങച്ചം പറയാനുള്ള ഒരു പ്രത്യേകത അത് മലയാളിയുടെ ജന്മസിദ്ധമായിട്ടുള്ളൊരു സ്വഭാവം. ഇപ്പം മലബാർ ഭാഗത്ത് പലയിടത്തും പോയി കഴിഞ്ഞാൽ ഈ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്നവർ പണം മുഴുവൻ കൊണ്ടുവന്ന് വലിയ കൊട്ടാരം പോലെ ഒരു കെട്ടിടം കെട്ടിയിട്ടുണ്ടാവും. അതിൻ്റെ മെയിൻ്റനൻസ് ചെയ്യാനോ അതിൻ്റെ പഞ്ചായത്ത് കരമടയ്ക്കാനോ പോലുള്ള കാശ് അവരുടെ ഉണ്ടാവില്ല.
അത് നമ്മുടെ ഒരു പൊങ്ങച്ചത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഈ പൊങ്ങച്ചത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ സ്ത്രീധന സമ്പ്രദായം കഴിഞ്ഞൊരു 10-30 കൊല്ലമായിട്ട്, ഒരു 70കളിൽ തൊട്ട് വളരെ രൂഢമൂലമാണ് ഈ സ്ത്രീധന സമ്പ്രദായം. മാത്രമല്ല ഒരു 70കൾക്ക് മുന്നേ സ്ത്രീധനം എന്ന് പറഞ്ഞാൽ ചെറിയ അഫോർഡബിൾ റേഞ്ചിലായിരുന്നു. ഇപ്പോൾ അഫോർഡബിൾ റേഞ്ചിലൊന്നുമല്ല. ഇപ്പോൾ കിലോ കണക്കിന് സ്വർണവും ഇമ്പോർട്ടഡ് കാറും കോടിക്കണക്കിന് രൂപയൊക്കെ എന്നുള്ള നിലയിലേക്ക് സ്ത്രീധന സമ്പ്രദായം മാറിയത് കഴിഞ്ഞ 1/2 നൂറ്റാണ്ടിലാണ്. അത് നമ്മുടെ സമൂഹം തന്നെ ഉണ്ടാക്കിയതാണ്. പക്ഷേ എനിക്കതിൽ പരിതാപം തോന്നുന്നത്, ഞാൻ പണ്ട് വായിച്ച ഒരു കവിതയുടെ ശകലമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പിറ്റി നോട്ട് ദ ഡെഡ്, റാദർ പിറ്റി ദ സ്കോൺഫുൾ ത്രോങ്സ് ഹു സീസ് ദ വേൾഡ് സൊറോസ് ആൻഡ് റോങ്സ് ആൻഡ് ഡെയർ നോട്ട് സ്പീക്ക്. എന്ന് വെച്ചാൽ സഹതപിക്കേണ്ടത് മരിച്ചുപോയവരോടല്ല, ജീവിച്ചിരുന്നിട്ടും ഇവിടുത്തെ അനീതികൾ കണ്ടിട്ടും അതിനോട് പ്രതികരിക്കാത്തവരോടാണ് സഹതപിക്കേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ സഹതപിക്കേണ്ടത് ശരിക്ക് ഇവിടുത്തെ പെൺകുട്ടികളോടെ ആൺകുട്ടികളോടെ. ഇത് സാമൂഹ്യമായി ഇങ്ങനൊരു അനീതി ഉണ്ടായിട്ടും അതിന് കൂട്ടുനിൽക്കുന്നവരെന്തിന്? ഈ നാട്ടിലെ ചെറുപ്പക്കാർ തീരുമാനിക്കുകയാണ് ഈ സമ്പ്രദായത്തോട് ഞങ്ങൾ ഒത്തുചേരില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നടക്കില്ല. അതെ, തീർച്ചയായിട്ടും. പിന്നെ പല കേസസിലും അവർക്ക് ഉള്ളിലത് വേണമെന്നോ അല്ലെങ്കിൽ സ്ത്രീധനം ചോദിക്കുന്നുണ്ടാവില്ലായിരിക്കും. ഇതിൽ ഇടപെടുന്നത് മുതിർന്ന ആൾക്കാരാണ് എന്നുള്ളൊരു വലിയ കാര്യമുണ്ട്. ഇങ്ങനൊരു ഒപ്പീനിയൻ വന്നോണ്ട് ഒരിക്കൽ ഞാനൊരു പെൺകുട്ടിയോട് ചോദിക്കണ്ടായി, സ്ത്രീധനം കൊടുക്കുന്നതിന് വാങ്ങുന്നതിനോട് എന്താ, എൻ്റെ ഒരു മുൻ സ്റ്റുഡൻറ്റ് തന്നെയാണ്, ഇപ്പോഴൊന്നുമല്ല 10 കൊല്ലം മുമ്പേ, എന്താ അഭിപ്രായം എന്ന് ചോദിക്കണ്ടേ. ഒരു ക്യാമ്പിൽ വെച്ചിട്ടൊരു ഡിസ്കഷൻ വന്നപ്പോഴാണ്. അപ്പോൾ ആ കുട്ടി എഴുന്നിട്ട് പറഞ്ഞ് സ്ത്രീധനം കൊടുക്കണം സാർ. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അതെന്താ സാർ? അത് സ്ത്രീധനം ഞാൻ എൻ്റെ പേരിൽ തന്നെ വാങ്ങിച്ചിട്ടേ ഞാൻ കല്യാണം കഴിക്കുള്ളൂ. പെൺകുട്ടിയാണ് വെച്ചാൽ ആ കുട്ടിക്ക് കിട്ടേണ്ട അവകാശങ്ങളെല്ലാം ആ സ്ത്രീധനത്തിൽ കൂടെ വാങ്ങിയെടുത്തോണ്ടേ. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അതൊന്നും വരന് കൊടുക്കൂലേ? അതെന്തിനാ കൊടുക്കുന്നത്? സ്ത്രീധനമല്ലേ, അത് എൻ്റെ പേരിൽ തന്നെ ഉണ്ടാകണം. അങ്ങനെ ശടിക്കുന്ന ചില പെൺകുട്ടികൾ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ സമ്പ്രദായത്തിൽ ഇതിൽ ബലിയാടുകളാകുന്ന അപ്പോൾ അച്ഛനും അമ്മയായിരിക്കും. അതെ അതെ. പക്ഷെ അതിനെന്തിനാണ് നിന്നു കൊടുക്കുന്നത്? അപ്പോൾ സ്വാഭാവികമായിട്ട് ചില കുടുംബങ്ങളിലൊരു പ്രത്യേകതയുണ്ട്. കുടുംബം അവർ താമസിക്കുന്ന വീട്, അതിനോടടുത്തുള്ള സ്വത്ത് ഒക്കെ ഇന്ന ആളിന് കൊടുക്കണമെന്ന് അവർ ചിലപ്പോൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാകും. അപ്പോൾ അതല്ലാത്ത ഒരാളിന്, ഒരു മോൾ അതല്ല എന്ന് മോന് കൊടുക്കാൻ തീരുമാനിച്ചാൽ ആ മകൾ പോകുന്ന സമയത്ത് അവൾക്ക് തുല്യമായ സ്വത്തുക്കൾ കൊടുക്കാൻ വേണ്ടി ചിലപ്പോൾ പണവും സ്വർണ്ണമൊക്കെ കൊടുത്തു എന്ന് വരാം. അതൊരു ഇൻറ്റേർണൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. പക്ഷേ ഇത് ഡിമാൻഡ് പേയ്മെൻ്റ് ആകുമ്പോഴാണ് ഇതൊരു അനീതിയാകുന്നത്. ഇപ്പോൾ ഏതെങ്കിലും കുട്ടിക്ക്, ഇപ്പോൾ എനിക്ക് 2 മക്കളാണ് ഉള്ളത്, എൻ്റെ സ്വത്തുക്കളൊക്കെ അവർക്ക് അവകാശപ്പെട്ടാണല്ലോ, അതിലെന്തിനാ വിവേചനം വേണ്ടത്? അതുപോലെ അച്ഛനും അമ്മയും അങ്ങനെ ചിന്തിച്ചാൽ ഈ വിവാഹ സമയത്ത് കിഴികെട്ടി കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെ അങ്ങനെയല്ല ചിന്താഗതി. അക്കാര്യത്തിൽ മക്കളും മോശക്കാരല്ല. മക്കളും ചിലർ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, വാങ്ങിക്കൊണ്ടു പോകാൻ വേണ്ടി തീരുമാനം എടുത്ത് വെച്ചിരിക്കുന്നവരുണ്ട്. ഇത്ര കിഴികെട്ടി തന്നാലേ ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകൂ എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് എന്നുള്ള ഒരു സമ്പ്രദായമുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ സ്ത്രീധന സമ്പ്രദായം നിലനിൽക്കുന്നതിൽ അപ്പം ആരുടെ പേരിലും നമുക്ക് കുറ്റം ആരോപിക്കാൻ കഴിയില്ല. സമൂഹത്തിൽ തെറ്റുണ്ട്, ചിലയിടത്ത് മാതാപിതാക്കന്മാരുടെ ഇത് സംബന്ധിച്ച നിയമങ്ങളൊക്കെ വളരെ ശക്തമാണ്. അത് നമുക്ക് പിന്നീട് നോക്കാം തീർച്ചയായിട്ടും. അപ്പം ഇതിൽ ആരുടെ പേരിലാണ് കുറ്റം ആരോപിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. അമ്മായിയമ്മമാരുണ്ട്, വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികളുണ്ട്. പക്ഷെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഈ സ്ത്രീധന കാര്യത്തിൽ ഏറ്റവും ശോചനീയമായത് വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷൻ്റെ കാര്യമാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പങ്ക് കുടുംബങ്ങളിൽ ഈ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യൻ്റെ അഭിപ്രായം ആരും നോക്കാറില്ല. പെൺകുട്ടി എനിക്ക് വിവാഹം വേണ്ടാന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. പക്ഷേ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യൻ പലപ്പോഴും നോട്ട് കൺസൾട്ടഡ് ആണ്. ഞാൻ വളരെ അധികം വീടുകളിൽ കണ്ടിട്ടുണ്ട്, ഈ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യന് അവൻ മൗനസമ്മതം മാത്രമേ കൊടുക്കാറുള്ളൂ. എത്ര വാങ്ങണം, എന്ത് വാങ്ങണം എന്ന് അവനോട് ആരും ചോദിക്കാറില്ല. അത് മുതിർന്നവർ ചെയ്യട്ടെ എന്ന് അവനങ്ങ് തത്രത്തിൽ ഒഴിയും. എന്താ അവൻ അങ്ങനെ ഒഴിയുന്നതെന്നറിയോ? വരുന്നത് വന്നോട്ടെ എന്നുള്ളൊരു ചിന്താഗതി അവൻ്റെ. പ്രത്യേകിച്ച് കേരളത്തിലെ ആൺകുട്ടികൾക്ക് പെണ്ണില്ലാത്ത അവസ്ഥയുണ്ട്. അതുണ്ട്. അല്ല, പക്ഷേ കേരളത്തിൽ നേരെ തിരിച്ചാ കേട്ടോ. കേരളത്തിൽ 1000 പുരുഷന്മാർക്ക് ഏതാണ്ട് 54 സ്ത്രീകൾ കൂടുതലാ. പക്ഷേ എനിക്ക് തോന്നുന്നു വിവാഹത്തിലേക്ക് വരുന്ന സമയത്ത് അത് സ്ത്രീ പുരുഷ അനുപാതമായിരിക്കാം. പക്ഷേ വിവാഹത്തിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാത്ത സ്ത്രീകൾ കൂടി വരുന്നൊരു കഴിഞ്ഞ ഒരു 10 വർഷം തൊട്ട് അത് വന്നിട്ടുണ്ട്. അത് ഈ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്ന 1-2 പെൺകുട്ടികളോട് ഞാൻ സ്വകാര്യമായിട്ട് ചോദിക്കണ്ടേ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ആ കുട്ടികൾ പറഞ്ഞത് അവരുടെ കുടുംബ ബാധ്യതകൾ കൊണ്ടാണെന്നാണ്. അപ്പോൾ ബാധ്യതകളൊന്നും ഇല്ലാത്ത കുട്ടികൾ, അപ്പോൾ ആ കുട്ടികൾ അത് പുറത്ത് പറയുന്നില്ല, എനിക്ക് കല്യാണം വേണ്ട എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ അത് ഈ ബാധ്യതകളെ ഭയന്നിട്ടാണ് നല്ലൊരു പങ്ക്. ഇപ്പോൾ ഇന്നലെ തന്നെ ഒരു കേസ് ഞാൻ വായിക്കുകയുണ്ടായി. അത് ഞാൻ ഒരു സോഷ്യൽ മീഡിയയിൽ വായിച്ചതാണ്.
ഒരു പെൺകുട്ടിയുടെ ഒരു സ്വയം എഴുതിയ ഒരു കഥയാണ്. ഇങ്ങനെ വിവാഹത്തിന് സ്ത്രീധനം കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ എന്നോട് ചോദിക്കുന്നവരോടൊക്കെ എനിക്ക് വിവാഹത്തിന് ഇഷ്ടമില്ല എന്ന് പറയുകയാണെന്ന്. അപ്പോൾ അതൊരു ഹിപ്പോക്രസിയാണ്. അങ്ങനെ പറയുന്നവരുമുണ്ട്. ഞാൻ ആ വായിച്ച റൈറ്റപ്പ് 30-40 വയസ്സുള്ളൊരു പെൺകുട്ടി എഴുതിയതാണ്, നല്ല പ്രായമുള്ളൊരു പെൺകുട്ടി എഴുതിയതാണ്. അപ്പോൾ അങ്ങനെ പറയുന്നവരും ഉണ്ട്. എന്നുവെച്ചാൽ ചിലർക്കൊരു ഭയമുണ്ട്, എനിക്ക് പറ്റിയൊരു വിവാഹം കിട്ടിയില്ലെങ്കിലോ, എൻ്റെ കയ്യിൽ ഇത്രയേ കൊടുക്കാനുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറ്റിയൊരു വിവാഹം കിട്ടിയില്ലെങ്കിലോ. എന്നാൽ ചില പെൺകുട്ടികൾ അങ്ങനെയല്ല, അവർ വളരെ ബോൾഡാണ്. അവർ ചോദിക്കുന്നവരോടെ പോയി പണി നോക്കടാ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ വ്യാപകമായിട്ട് സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. അങ്ങനെയുള്ള കുട്ടികളും ധാരാളമുണ്ട്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ സ്ത്രീധന മരണത്തിനെ കുറിച്ചിട്ട് ഇപ്പം നമ്മൾ ഒരുപാട് കേരളം ചർച്ച ചെയ്തൊരു സമയം ഉണ്ടായിരുന്നു, 2020-21 ആ ഒരു സമയത്തൊക്കെ വല്ലാണ്ട് എല്ലാ ദിവസവും പത്രങ്ങളിൽ നിറഞ്ഞു നിന്നൊരു കാര്യമായിരുന്നു. ഇതിന് നിയമപരമായിട്ടുള്ള പരിരക്ഷ ഉണ്ടായിട്ട് പോലും നമുക്കതിനെ ഒന്നും തടയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ സ്ത്രീധനം കൊടുക്കുന്നത് തെറ്റാണ്, ശിക്ഷാർഹമാണ്, അല്ലെങ്കിൽ അതിന് നിയമവ്യവസ്ഥിതിയിൽ ഇത്ര കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനോടൊപ്പം ചേർന്ന് വരുന്ന ഭർത്തൃവീട്ടിലെ പീഡനം, അതൊക്കെ ചേർത്ത് ഒരുപാട് നിയമങ്ങളുണ്ട്. ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഇത്രയൊക്കെ ഉണ്ടോ, പക്ഷേ എന്നിട്ടും ഇവിടെ മാറ്റമൊന്നും ഇല്ലല്ലോ സാർ. അതിനെ നിയമങ്ങൾ വളരെ ശക്തമാണ്. ഉദാഹരണത്തിന് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായ നിയമം വന്ന് 1961 വളരെ ശക്തമായ പ്രിവെൻഷൻ ഓഫ് ഡൗറി ആക്ട് വരികയുണ്ടായി. അത് വളരെ കോംപ്രിഹെൻസീവാണ്. അത് പിന്നീട് പല അമെൻമെൻറ്റുകളും വന്നു. അത് CRPCയിൽ അത് ചേർക്കുകയുണ്ടായി. അതനുസരിച്ച് ചോദിക്കുന്ന ആള്, കൊടുക്കുന്ന ആള്, അതിന് കൂട്ടുന്ന ആള്, അബറ്റിങ്, ഇവരെല്ലാവരും ശിക്ഷാർഹരാണ്. എന്ന് മാത്രമല്ല, വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനകം വധു എന്തെങ്കിലും കാരണവശാൽ മരിച്ചു കഴിഞ്ഞാൽ അത് സ്ത്രീധന മരണമാണോ എന്നുള്ള ഇൻക്വിസിഷൻ വരെ വേണമെന്നാണ് നിയമം. അതുകൊണ്ട് 7 വർഷത്തിനകം ഒരു അസുഖം വന്ന് മരിച്ചാൽ പോലും അത് അസുഖം വന്ന് മരിച്ചാണെന്ന് ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത ഭർത്താവിനുണ്ട്. അപ്പോൾ നിയമം അത്ര ശക്തമാണ്. പക്ഷെ നിയമം ശക്തമാണെങ്കിലും ഇപ്പോൾ 61 വന്ന ആദ്യ നിയമത്തിന് ശേഷം IPCയിൽ വന്ന മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല സംസ്ഥാന ഗവൺമെൻറ്റുകളും ഇതിന് ഉപോത്ബലകമായിട്ട് സ്റ്റേറ്റ് ആക്ടുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിയമം ഇല്ലാഞ്ഞിട്ടല്ല ഒന്ന്. രണ്ടാമത് ഇപ്പോൾ ഒരു ഡൗറി ഡെത്ത് സംബന്ധിച്ചെടുക്കുകയാണെങ്കിൽ അതിന് വേറെ പല നിയമങ്ങളും ആപ്ലിക്കബിൾ ആവും. ഉദാഹരണത്തിന് പീഡന കേസ് അതിൽ വരാം, കൊലപാതക കേസ് അതിൽ വരാം, മനുഷ്യാവകാശ ധ്വംസനം അതിൽ വരാം. അപ്പം ക്രിമിനൽ പീനൽ കോഡിലെ പല വകുപ്പുകൾ അതിൽ ചേർക്കാൻ പറ്റും. അപ്പം മിനിമം 7 വർഷമാണ് അതിൻ്റെ ജയിൽ ശിക്ഷ തന്നെ, അത് ജീവപര്യന്തം വരെ. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ ഈ ഡൗറി ഡെത്ത് കേസിൽ ക്യാപിറ്റൽ പെനാൽറ്റി കൊടുക്കാൻ വകുപ്പില്ല. അതായത് മരണശിക്ഷ കൊടുക്കാൻ വകുപ്പില്ല. അറിയാത്തവരത് അറിഞ്ഞോട്ടെ. അതിനകത്ത് ജയിൽ ശിക്ഷ കൊടുക്കാനേ വകുപ്പുള്ളൂ. ജീവപര്യന്തം വരെ വേണമെങ്കിൽ കൊടുക്കാം, മരണശിക്ഷയ്ക്ക് വകുപ്പില്ല. പക്ഷെ മരണശിക്ഷയ്ക്ക് വകുപ്പുണ്ട് കൊലപാതകം ചെയ്തിട്ടുണ്ടെങ്കിൽ. അതായത് ഇപ്പോൾ നമ്മൾ പാമ്പിനെ വിട്ട് കൊത്തിച്ചൊരു കേസില്ലേ, അങ്ങനെയുള്ള കേസുകൾ വേറെ ക്രിമിനൽ ആക്ടിവിറ്റി വരുന്നതാണ്. അത് ഈ സ്ത്രീധന പീഡനം മാത്രമല്ല, സ്ത്രീധന പീഡനത്തിൽ അതുകൊണ്ടുണ്ടാകുന്ന ടോർച്ചറിൽ മരണം വന്നിട്ടില്ലെങ്കിൽ അതിന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കാൻ വകുപ്പില്ല. അപ്പോൾ എന്ന് മാത്രമല്ല, അതിന് എനിക്ക് രസകരമായി തോന്നിയ 61 ഉണ്ടാക്കിയ ഒരു ഫൈനുണ്ട്. 15,000 രൂപയാണ് അന്ന് ഫൈൻ, സ്ത്രീധന പീഡനത്തിനുള്ള ഫൈൻ. അപ്പോൾ അതാണ് ഇപ്പോഴും നിലനിൽക്കുന്ന ഫൈൻ. പക്ഷെ ഒരു കാര്യമുണ്ട്, പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ പൈസ തിരിച്ചു കൊടുക്കണമെന്നുണ്ട്. ഒരു 10 ലക്ഷം രൂപ ഒരാൾ വാങ്ങിയെന്ന് വെച്ചു, അപ്പോൾ ആ 10 ലക്ഷം വിധി വന്നാൽ തിരിച്ചു കൊടുക്കേണ്ടി വരും. പക്ഷെ അത് കൂടാതെ കൊടുക്കാവുന്ന പൈസ 15,000 രൂപയാണ്. അപ്പോൾ ഇത് അറിയുന്നവർക്ക് വളരെ എളുപ്പമായി, വേണ്ടി വന്ന 15,000 രൂപയുടെ കൊടുത്താൽ മതി, കാര്യമല്ലേ ഉള്ളൂ എന്ന് ചിന്തിക്കാം. പക്ഷേ ക്രിമിനൽ പീനൽ കോഡിൽ അതിന് ശക്തമായ വേറെ നിയമങ്ങളുണ്ട്. അപ്പോൾ അത് എപ്പോഴാണ് വരുന്നത്? ഈ വാങ്ങിക്കുന്നതുകൊണ്ട് മാത്രം ക്രിമിനൽ പീനൽ കോഡ് വരുന്നില്ല. ക്രിമിനൽ പീനൽ കോഡ് വരുന്നത് ശാരീരിക ഉപദ്രവം ഏൽപ്പിക്കുക, പിന്നെ ഹൗസ് ഹോൾഡ് ഹ്യൂമിലിയേഷൻ, മനസ്സിലായില്ലേ, മാനസികമായിട്ടും മറ്റും അവരെ തളർത്തുക, ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകുക, ഇങ്ങനെയൊക്കെയുള്ള വന്നു കഴിഞ്ഞാൽ ക്രിമിനൽ ആക്ടിവിറ്റീസ് വരാം. അല്ലാതെ വാങ്ങുന്ന കൊണ്ട് മാത്രം വലിയ തെറ്റാണെന്ന് എവിടെയും എഴുതി വെച്ചിട്ടില്ല. ഈ പറഞ്ഞ ഫൈനും പിന്നെ അങ്ങേയറ്റം പോയി കഴിഞ്ഞാൽ 7 വർഷം വരെ തടവ് ശിക്ഷയും വരാം. അപ്പം നിയമത്തിൻ്റെ ശക്തിയുടെ കുറവൊന്നും അല്ല ഇവിടെ പ്രശ്നം. പക്ഷേ അതൊരു സോഷ്യൽ ഹാബിറ്റായിട്ട് മാറുന്നു. ഈ സോഷ്യൽ ഹാബിറ്റായിട്ട് മാറുമ്പോൾ അതിന് വരുന്ന തകരാറ് ഒരാൾ ചെയ്യുമ്പോൾ, ഇപ്പോൾ പഴയൊരു കഥയില്ലേ, തെക്കലെ കാക്ക നോമ്പ് നോറ്റും വടക്കലെ കാക്ക നോമ്പ് നോറ്റും, അതുപോലെ ഒരു സ്ഥിതിയിലേക്കാണിത്. അയലത്തുകാരൻ ഇത്ര ലക്ഷം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇവൻ അതിൽ കുറയാൻ പാടുണ്ടോ? അവൻ എന്തുകൊണ്ടാണ് അവനേക്കാൾ മോശമല്ലല്ലോ എൻ്റെ മകൻ, അല്ലെ അവനേക്കാൾ മോശമല്ലല്ലോ
എൻ്റെ ജ്യേഷ്ഠൻ എന്ന് ചിന്തിക്കുന്ന ആളുകൾ സമൂഹത്തിൽ വളരെ കൂടുതലാണ്. അപ്പോൾ അതൊരു വാല്യൂ ബേസ്ഡ് ബാർഗൈനായി മാറുകയാണ്. അതെ അതെ, അത് ഭയങ്കര വലിയൊരു പ്രശ്നമാണ്. നമ്മളപ്പോൾ തമ്മിൽ പറഞ്ഞ് ഈ പറഞ്ഞ പോലെ തന്നെ ഈ മാച്ച് ഫിക്സിങ് നടത്തുമ്പോഴത്തേക്കും ഒരാൾ 10 ലക്ഷം വിളിക്കുന്നു, അപ്പോൾ അടുത്ത ആൾ അതിൻ്റെ മുകളിൽ പറയണം, അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് പോകുന്നുണ്ട്. ഇതുണ്ടല്ലോ, നമുക്ക് എങ്ങനെയെങ്കിലും ഇതിനെ തടയാനായിട്ട് സാധിക്കുമോ? ബോധവൽക്കരണം കൊണ്ട് ഇത് പിന്നെ നിർത്താൻ പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കാനായിട്ട് സാധിക്കുമോ? ഇത് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, ഒരു 10-30 കൊല്ലം മുമ്പൊക്കെ ഒരുപക്ഷെ അഭിരാമിയൊന്നും കണ്ടിട്ടുണ്ടാവില്ല, പത്രത്തിൽ പരസ്യം വരാറുണ്ടായിരുന്നു. 30 വയസ്സ് സുമുഖൻ, അരോഗ ദൃഢഗാത്രൻ, സർക്കാർ ജോലി, 10 ലക്ഷം രൂപ, 50 പവൻ സ്വർണം, മാട്രിമോണിയൽ പരസ്യം. ഇതുൾപ്പെടെ നമ്മള് ചിലര് സീക്രട്ട് ആയിട്ടായിരിക്കുമല്ലോ ഇത്. അന്ന് ഇതിനെക്കുറിച്ച് ആരും ബോധേടല്ല. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്ത്രീ സംഘടനകൾ വളരെ ശക്തമാണ്. ഇങ്ങനൊരു പരസ്യം കണ്ടു കഴിഞ്ഞാൽ ആന്റി ഡൗറി പ്രിവെൻഷൻ ആക്ട് വെച്ചിട്ട് കേസ് കൊടുക്കും. അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ പരസ്യം വരാറില്ല. ഇപ്പോൾ ഈ ആദ്യം പറഞ്ഞ ഭാഗമൊക്കെ വരും, സുമുഖൻ, ആരോഗ്യദൃഢഗാത്രൻ, സർക്കാർ ജോലി, അല്ലെങ്കിൽ വിദ്യാസമ്പന്നൻ എന്നൊക്കെ പറഞ്ഞു വരാം. പക്ഷെ ഈ പണത്തിന്റെ സ്വർണത്തിന്റെ അളവ് ഇപ്പോൾ വരാറില്ല. അതൊരു 70-കളിലും 80-കളിലും ഒക്കെ ഇല്ല, അത് ഉള്ളിന്റെ ഉള്ളിലുണ്ടാവും. അത് വിളിക്കുമ്പോൾ ആദ്യം പറഞ്ഞോളും. പക്ഷെ ഇങ്ങനെയുള്ള ഈ പണമിടപാടുകൾ ഏറ്റവും കൂടുതൽ വരുന്നത് ഇപ്പോൾ ഈ മാട്രിമോണി സൈറ്റിൽ കൂടെ ഒക്കെ വരുമ്പോൾ അത്രയ്ക്ക് വരാറില്ല. ഇത് ഏറ്റവും കൂടുതൽ വന്നിരുന്ന പണ്ട് ഈ മാമന്മാരുണ്ടായിരുന്നു, ദല്ലാളുമാർ, വിവാഹ ദല്ലാളുമാർ. അവരാണ് ഈ കണക്കുകൾ കൃത്യമായിട്ട് ഡീൽ ചെയ്ത്. അവർക്കതിൽ കമ്മീഷൻ ഉണ്ടായിരുന്നു, പെർസെൻറ്റേജ് കമ്മീഷൻ ഉണ്ടായിരുന്നു. അത് വരൻ്റെ വീട്ടിൽ നിന്നും വധുവിൻ്റെ വീട്ടിൽ നിന്നും രണ്ടിടത്തും കമ്മീഷൻ വാങ്ങിക്കാൻ അങ്ങനെ ഒരു വിഭാഗം ദല്ലാൾമാർ കേരളത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഏജൻസിയാണ് ഉള്ളത്. പണ്ട് ഈ റിയൽ എസ്റ്റേറ്റ് ഏജൻസി ഇല്ലായിരുന്നു നാട്ടിൽ. അന്നുണ്ടായിരുന്ന വിവാഹ ഏജൻസ് ആയിരുന്നു. അന്നായിരുന്നു ഈ ബ്രോക്കേഴ്സ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ ഇടപാട് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ കേരള മാട്രിമണി, ഭാരത് മാട്രിമണി, അങ്ങനെ കുറേ മാട്രിമണീസ്, ക്രിസ്ത്യൻ വിഭാഗത്തിന് മാട്രിമണി. എനിക്ക് രസകരമായിട്ട് തോന്നി, അടുത്ത കാലത്ത് പത്രത്തിലൊരു പ്രശ്നമുണ്ട്, IIT IM മാട്രിമണി, അങ്ങനെ ഒരെണ്ണം തുടങ്ങിയിട്ടുണ്ട്. IITയിലും IMലും മാത്രം പഠിച്ചവരെ സംബന്ധിച്ച് വേണ്ടി ഒരു മാട്രിമണി. അങ്ങനെയൊക്കെ തുടങ്ങിയത് കൊണ്ട് ഈ വധൂവരന്മാർ നേരിട്ട് കണ്ടുമുട്ടുന്ന ഒരു പതിവ് വന്നിട്ടുണ്ട്. വധൂവരന്മാർ നേരിട്ട് കണ്ടുമുട്ടുന്നിടത്ത് ഈ പറഞ്ഞ സ്ത്രീധനത്തിനുള്ള സാധ്യത കുറച്ച് കുറവാണ്. ഇനി വധൂവരന്മാർ കണ്ടുമുട്ടിയ ശേഷം എൻ്റെ അച്ഛൻ സംസാരിച്ചോളും എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം വേറെ ഡീലുണ്ടെന്നാണ്. അത് തീർന്നു. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അങ്ങനെ ഡയലോഗ് പറയുന്നവർ വളരെ കൃത്യമായിട്ടുണ്ട്. എൻ്റെ അച്ഛൻ സംസാരിച്ചോളൂ അല്ലെങ്കിൽ എൻ്റെ അമ്മ സംസാരിച്ചോളും എന്ന് പറയുന്നവരുണ്ടെങ്കിൽ അവർ വേറെ എന്തോ ഉദ്ദേശിച്ചിട്ടുണ്ടെന്നുള്ളത്. അതായത് ഒരു സ്ട്രെയിറ്റ് വാക്ക് അവേ അല്ല, ദർ ആർ സം ഹിഡൻ അജണ്ട, അത് വേണമെന്നുള്ളതാണ്. അപ്പോൾ ഇതിന് പരിഹാരം കാണണമെങ്കിൽ എക്സ്പോസ് ചെയ്യാൻ ചെറുപ്പക്കാർ തയ്യാറാകണം. അത് ആർക്കായി ചോദിക്കുന്നവരെ എക്സ്പോസ് ചെയ്യണമെങ്കിൽ കൊടുക്കേണ്ടവർക്കല്ലേ പറ്റുള്ളൂ. അപ്പോൾ വിദ്യാസമ്പന്നരായ കുട്ടികൾ, പെൺകുട്ടികൾ ഇതിനെതിരെ പ്രതികരിച്ച് തുടങ്ങി, ഇപ്പം തന്നെ പ്രതികരിച്ച് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അപ്പോൾ ഒരു ചെറിയ ഡേഞ്ചറുണ്ട്, അവരുടെ അടുക്കിലേക്ക് ആളുകൾ അടുക്കില്ല, പക്ഷെ അടുക്കും. അങ്ങനെ അടുക്കുന്നവരും ഉണ്ടാവും. കാരണം അങ്ങനെ സ്വന്തം നട്ടിലിൽ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിവുള്ള പെൺകുട്ടികളെ ഇഷ്ടപ്പെടുന്ന എൻ്റെ തന്നെ ഒരു പൂർവ്വ വിദ്യാർത്ഥിനി ഒരു മനുഷ്യനെ വിളിക്കാതെ രാത്രി 12 മണിക്ക് ഒരു പൊതുസ്ഥലത്ത് വെച്ച് വിവാഹം നടത്തുന്നുണ്ടായി. വരനും വധുവും കുറച്ച് സുഹൃത്തുക്കളും മാത്രം. അതുകൊണ്ട് അങ്ങനെയുള്ളവരും ഉണ്ട്. അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഒരുപാട് പിന്നെ ഫോർവേഡ് ആയിട്ടുണ്ട് ചിന്തിക്കുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് നിർത്തണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ. സ്ത്രീധന സമ്പ്രദായം കേരളത്തിൽ നിർത്തണമെങ്കിൽ കേരളത്തിലെ സ്ത്രീകൾ വിചാരിക്കണം. വേറെ ആരും വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. അത് അങ്ങനെയുള്ള ഒരു എക്സ്പോസ് ചെയ്യപ്പെടുമെന്ന് കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോൾ സ്ത്രീധനം ചോദിക്കുന്ന ഒരു എക്സ്പോസ് ചെയ്യപ്പെടുമെന്ന് കണ്ടു കഴിഞ്ഞാൽ മലയാളിക്കൊരു ഫോൾസ് ഡിഗ്നിറ്റി ഉണ്ട്. ഇങ്ങനെ ചോദിക്കുന്നത് നാട്ടുകാരറിയുന്നവന് ഇഷ്ടമല്ല, എന്നാൽ രഹസ്യമായിട്ട് വേണം താനും. അപ്പോൾ എക്സ്പോസ് ചെയ്യാനുള്ളൊരു സംവിധാനം വന്നു കഴിഞ്ഞാൽ ഇത് നിന്നോളൂ. അല്ലാതെ ഈ ഒറ്റപ്പെട്ട കൊലപാതകങ്ങളോ ഒറ്റപ്പെട്ട സൂയിസൈഡുകളോ ഒറ്റപ്പെട്ട ഹോമിസൈഡുകളോ വലിയ വാർത്തയായി കിട്ടുന്ന ഒരു കാര്യമില്ല. ഇത് ബിഗർ സ്കെയിലാണ് നടക്കുന്നത്. ഈ പറഞ്ഞ ഇൻസിഡൻസ് ഒക്കെ ഒറ്റപ്പെട്ട സിംഗുലർ ഇൻസിഡൻസ് ആണ്. ഒരാളെ പാമ്പ് കടിപ്പിച്ചു, അതിന് അയാളെ ജയിലിലടച്ചു, അയാളുടെ ജോലി തെറിപ്പിച്ചു, അതുകൊണ്ട് കേരളത്തിലെ എല്ലാ ഇഷ്യൂവും മാറാൻ പോകുന്നുണ്ട്, ഇല്ല. അപ്പോൾ ഇതിന് വ്യാപകമായ ഒരുപക്ഷെ ഇനി ഒരു നവോത്ഥാന പ്രസ്ഥാനം വേണം. പക്ഷെ അവിടെ പറ്റുന്ന ഒരു അപകടമുണ്ട്, പെൺകുട്ടികൾ നല്ലൊരു പങ്ക് തന്നെ അതിന് കാലുവാരും എന്നുള്ളതാണ്. അവർക്ക് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് വേണം. അതാണ് നമുക്കത് പറയാൻ പറ്റില്ല സാർ, കാരണം അങ്ങനെ ചിന്തിക്കുന്ന പെൺകുട്ടികളുമുണ്ട്. ഇത്ര കൊടുത്താലേ ഞാൻ അങ്ങനെ ആകുമ്പോൾ ഇതൊരു സോഷ്യൽ ഈവിളായിട്ട് നിലനിൽക്കും. ചില സോഷ്യൽ ഈവിളൊക്കെ മാറ്റണമെങ്കിൽ സമൂഹം തന്നെ തീരുമാനിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഈ സോഷ്യൽ ഈവിൾ നിലനിൽക്കും. പക്ഷെ ഞാനൊരു വ്യത്യസ്തത കാണുന്നുണ്ട്.
ഇപ്പോൾ ട്രെൻഡ് ഒന്ന് മാറി വരുന്നുണ്ട്. ഇപ്പോൾ പെൺകുട്ടികളാണ് ആൺകുട്ടികളോട് പ്രപ്പോസ് ചെയ്ത് വിവാഹത്തിനൊക്കെ അഭ്യർത്ഥിക്കുന്നത്. അതുകൊണ്ട് ഇനി ചിലപ്പോൾ കുറച്ച് കഴിയുമ്പം ഒരു പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കാൻ 3-4 പേര് മത്സരത്തിന് വന്നു കഴിഞ്ഞാൽ, ആദ്യകാലത്ത് ഇന്ത്യയിലുണ്ടായിരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു, സ്വയംവരം. നമ്മുടെ പുരാണങ്ങളിലൊക്കെ സ്ത്രീകളുടെ വിവാഹം നടത്തുന്ന സ്വയംവരത്തിൽ കൂടെയാണ്. അപ്പോൾ ആ ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ, പക്ഷെ അത് പെൺകുട്ടികളെ മുൻകൈ എടുത്താലേ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഇതില്ലാതായി എന്ന് വരും. അത്രേ ഉള്ളൂ. അതെ, തീർച്ചയായിട്ടും. എന്തായാലും എല്ലാവരും ഈ പറഞ്ഞ പോലെ ഒറ്റക്കെട്ടായിട്ട് ഒരു നോ എന്ന് ആ ഒരു രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്ത്രീധനം എന്നുള്ളത് നമുക്ക് എക്കാലത്തേക്കും ഒഴിവാക്കാനായിട്ട് പറ്റും. പക്ഷേ അല്ലാത്ത ചില കേസസ് ഉള്ളത് കൊണ്ടാണ് ഈ സോഷ്യൽ ഇവിൽ ഇപ്പോഴും ആ ഒരു ഈവിലായിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ നിൽക്കുന്നത്. എനിവേ, ഇന്ന് നമ്മൾ സംസാരിച്ചത് സ്ത്രീധനത്തെക്കുറിച്ചാണ്. അതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ കേട്ടു, എങ്ങനെ കേരളത്തിലേക്ക് വന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ കേട്ടു, പിന്നെ അതിൻ്റെ ഒരു നിയമവശത്തെക്കുറിച്ച് കേട്ടു. എന്തു തന്നെയായാലും സ്ത്രീധനത്തിൻ്റെ പേരിൽ ഇനി ആരും മരിക്കാതിരിക്കട്ടെ എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്, അവസാനത്തെ ഒരു വാക്കായിട്ട്. അപ്പോൾ എന്തായാലും സാർ, ഒത്തിരി സന്തോഷം ഇത്രയും സമയം നമ്മളോടൊപ്പം ചേർന്നതിന്. നന്ദി.